കൊല്ലത്ത് നിന്നും പോലീസ് മർദ്ദനമെന്ന മറ്റൊരു പരാതി കൂടി വരികയാണ്. കൊല്ലത്തെ CPIM നേതാവ് തന്നെയാണ് പോലീസിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. മധ്യസ്ഥ ചർച്ചയ്ക്ക് എത്തിയപ്പോൾ പോലീസ് മർദ്ദിച്ചു എന്നാണ് നെടുമ്പന നോർത്ത് ലോക്കൽ സെക്രട്ടറി സജീവിന്റെ ആരോപണം. ഫേസ്ബുക്കിലൂടെയാണ് പരാതി ഉന്നയിച്ചിരിക്കുന്നത്. ദിലീപ് ദേവസ്വം ചേരുന്നു. ദിലീപ്, എന്താണ് സംഭവിച്ചത്? എന്തിനാണ് മർദ്ദിച്ചതെന്നാണ് ഇയാൾ ആരോപിക്കുന്നത്? അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതല്ലാതെ മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഇതിൽ പരാതി നൽകുമോ? വിനീത, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട നോർത്ത് ലോക്കൽ സെക്രട്ടറിയായ സജീവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിലെത്തുന്ന അവിടെ ആൻഡ്രസൺ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഇദ്ദേഹം പറയുന്നത് കേൾക്കാനോ മറ്റൊന്നും കേട്ടാക്കിയില്ല. ഇദ്ദേഹം ലോക്കൽ സെക്രട്ടറി ആണെന്ന് പറയുന്ന സാഹചര്യത്തിൽ തന്നെ ഇദ്ദേഹത്തെ ഷൗട്ട് ചെയ്യുന്നു. ഒപ്പം കഴുത്തിന് പിടിച്ച് തള്ളുകയും മർദ്ദിക്കുകയും ചെയ്തു. ഇപ്പോൾ കൊല്ലം ACPക്ക് അടക്കം പരാതി നൽകുകയും ചെയ്തു. ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് തൻ്റെ അനുഭവമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പേരിൽ തനിക്ക് പാർട്ടിയിൽ നിന്ന് നടപടി ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടാകട്ടെ എന്നും കൂടി പറയുകയും ചെയ്തു. അത്രമേൽ വിഷമമായില്ലേ ഒരു പോലീസുകാരൻ? തീർച്ചയായിട്ടും. ഈ പോലീസ് സ്റ്റേഷൻ എന്ന് ഇവിടെ വന്നു, കുളപ്പാടം കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷൻ, അന്ന് തൊട്ട് ഞാൻ ആ സ്റ്റേഷനിൽ പോകുന്ന ഒരാളാണ്. കുറേ ഉദ്യോഗസ്ഥർ അവിടെ വന്നു. ഇതുവരെ ഇങ്ങനൊരു അനുഭവം വന്നിട്ടില്ല. ഒരു കുടുംബ പ്രശ്നം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കുടുംബ പ്രശ്നം ആയിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ആ പെൺകുട്ടി എൻ്റെ അടുത്ത് വന്ന് ഇതുകൊണ്ട് ഭർത്താവ് മർദ്ദിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കേസ് കൊടുക്കണം, എനിക്ക് വയ്യ. ആ കുട്ടികളോട് കൂടെ ഞാൻ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. അത് 2-ാം തീയതി കൊടുക്കുന്നത്. 3-ാം തീയതി രാവിലെ ഇവരെ അവിടെ വിളിപ്പിച്ചു. ഇവരെ വിളിപ്പിച്ചിട്ട് SI ആണ് വിളിക്കുന്നത്, ജിബി. SI വിളിപ്പിച്ചിട്ട് ഇവരെ അകത്ത് കയറ്റിയിട്ട് ഈ പെൺകുട്ടിയോട് അപമര്യാദയായിട്ടാണ് സംസാരിച്ചത്. എടി കൂടി, നിനക്ക് ഇവിടെ നിൻ്റെ കുടുംബ പ്രശ്നം തീർക്കാനുള്ള സ്ഥലമല്ല സ്റ്റേഷൻ. നിൻ്റെ കുടുംബ പ്രശ്നം തീർക്കണമെങ്കിൽ നീ അവിടെ തീർത്തോണം. അത് ഈ കാര്യങ്ങൾ അറിയുന്നത് ഞാൻ 5-ാം തീയതി. 4-ാം തീയതിയാണ് ഈ സംഭവിച്ചത്. ഈ സംഭവങ്ങൾ, ഇങ്ങനത്തുള്ള സംഭാഷണങ്ങൾ എല്ലാം നടന്നു. അതിൻ്റെ പുറത്ത് ഇവർ SIയെ കണ്ടിട്ട് വെളിയിറങ്ങിയപ്പം അവിടെ ഒരു വനിതാ പോലീസുകാരി ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ASIയെ കണ്ട. അവർ പറഞ്ഞു, അവൻ സജീവ്, അവൻ ആരാ, അവൻ്റെ മട്ടുഭാവം കണ്ട ഈ കണ്ടു കഴിഞ്ഞാൽ അവൻ പിണറായിയൊക്കെ മുകളിലാണ് എന്നുള്ള ധാരണയാണ്. മേല അവനെയും വിളിച്ചുകൊണ്ട് ഇവിടെ വരരുത്, വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നീതിയും കിട്ടത്തില്ല എന്നുള്ള രീതിയിൽ ആ കൊച്ചിൻ്റെ അടുത്ത് എന്നെപ്പറ്റി മോശമായിട്ട് പറഞ്ഞു. ഇത് ഞാൻ അറിഞ്ഞില്ല, ഈ രണ്ടുപേരും പറഞ്ഞറിഞ്ഞില്ല. 4-ാം തീയതി രാവിലെ എൻ്റെ സുഹൃത്ത്, ഞാൻ എന്താ സംഭവിച്ചു അതാ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്ത് ഈ കാര്യം എന്ന് പറഞ്ഞു. സജീവെ, ഇയാളെപ്പറ്റി എങ്ങനെ പോലീസ് സ്റ്റേഷനിൽ മോശമായിട്ട് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. എന്തുവാണെന്ന് എനിക്കറിയത്തില്ല, ആരാ പറഞ്ഞെന്നും അറിയത്തില്ല. ഞാൻ നേരെ വൈകിട്ട് 4-ാം തീയതി വൈകിട്ട് സ്റ്റേഷനിൽ 5 മണിയായപ്പം ഞാൻ അവിടെ ചെന്നു. കണ്ട് CIയുടെ റൂമിൽ കയറി ഈ കാര്യങ്ങൾ ഞാൻ CI എടുത്ത് പറഞ്ഞു. എന്തുവാ, നീ എന്നെപ്പറ്റി ഇങ്ങനെ മോശമായിട്ട് സംസാരിച്ചു, പിന്നെ ആരാന്ന് എനിക്ക് CI എടുത്തല്ലേ പറയാൻ പറ്റും. അവിടുത്തെ ഉദ്യോഗസ്ഥ CI അല്ലേ, സാറ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചോദിച്ചിട്ട് പറയണം, ഇത്രേ ഞാൻ പറഞ്ഞുള്ളൂ. പറഞ്ഞ് ഇദ്ദേഹം അന്ന് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് തിരിച്ച് വന്നിട്ട് എന്നെ പേരെടുത്ത് വിളിച്ച് അതിനുള്ള ഇതുകൊണ്ട് എന്നെ മൂത്തായതുകൊണ്ട് കുഴപ്പമില്ല, സജീവ ഇറങ്ങി വരാൻ പറഞ്ഞു. ഇറങ്ങി വരാൻ പറഞ്ഞപ്പോൾ സിറ്റ് ഔട്ടിൽ ഇദ്ദേഹം ഇരിക്കുക. എൻ്റെ അടുത്ത് വെച്ച് ഇയാളുടെ പരാതി എന്തുവാ, ഞാൻ ഒന്ന് പറഞ്ഞതാ, വീണ്ടും ചോദിച്ചു. ഞാൻ ഈ കാര്യം വീണ്ടും പറഞ്ഞു. സാറേ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ആരാണെന്നുള്ളത് സാർ അന്വേഷിച്ച് പറയണം. എന്നാൽ എൻ്റെ അടുത്ത് പറഞ്ഞ് അത് ആരാന്ന് ഇയാൾ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ അതിൻ്റെ പേരിലാണ് അവിടെ സംഘടന ഉണ്ടായത്. ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല. ഇത് സെക്കൻഡ് പറയും, ഈ ലോക്കൽ സെക്രട്ടറി ആണെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ തന്നെ ചേട്ടൻ മർദ്ദിച്ചു. ഈ ലോക്കൽ സെക്രട്ടറി ആണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് നേരത്തെ അറിയാം. എന്നിട്ട് പോലും അവിടെ ഒരു നീതി കിട്ടിയില്ല. നീതി കിട്ടിയില്ലെന്നല്ല, ഈ കാര്യങ്ങൾ പറഞ്ഞ് തൃശ്ശൂർ നടന്ന സംഭവമൊക്കെ ചേട്ടൻ കണ്ടു കാണുമല്ലോ. ഇവരെയാണ് നമ്മൾ ഈ പറയുന്നത് സംരക്ഷിക്കുന്നത്. ശരി, ഏതായാലും തന്റെ അനുഭവം വിവരിച്ചതാണ് സജീവ് എന്നാണ്